ചങ്കള ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബാത്റൂമിൽ നിങ്ങൾ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും എങ്ങനെയാണ് തിരിക്കുന്നത്, അതിൻ്റെ അളവൊന്ന് പറഞ്ഞു തരാമോ എന്ന് ഒരുപാട് പേർ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതിന് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഒന്ന് വാഷ് ബേസിൻ്റെ അളവ്, രണ്ട് ക്ലോസറ്റിൻ്റെ അളവ്. ഈ രണ്ടളവും അറിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് രണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന വാഷ് ബേസിൻ്റെ അളവ് എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്, എന്ന് വെച്ചാൽ 50 സെൻറ്റിമീറ്റർ വരും. പിന്നെ ക്ലോസറ്റിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 40 സെൻറ്റിമീറ്ററാണ്. ഈ രണ്ടും ഡിവൈഡ് ചെയ്തതിന് ശേഷം ബാക്കി വെറ്റ് ഏരിയയ്ക്ക് എന്തോരം അളവുണ്ടെന്ന് നോക്കും. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 120 അതിൻ്റെ പകുതി 60 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ വെറ്റ് ഏരിയയിൽ ഡൈവേറ്ററിൻ്റെ ഇത് സെറ്റ് ചെയ്തത്, ഡൈവേറ്റർ സെറ്റ് ചെയ്തത്. ഇനി നമ്മൾ വാഷ് ബേസിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ 20 ഇഞ്ച് എന്നുള്ളത് അതിൻ്റെ പകുതി എടുത്ത് 10 ഇഞ്ച്, പിന്നെ ഒരു ഇഞ്ച് കൂടെ അധികം ഇടണം. സെൻറ്റിമീറ്ററിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ 56 സെൻറ്റിമീറ്റർ ഇടണം. അതിൻ്റെ പകുതി ഒരു 23 സെൻറ്റിമീറ്ററിൽ നമ്മൾ വേസ്റ്റ് പൈപ്പും അത് വാട്ടർ പൈപ്പും സെറ്റ് ചെയ്യണം. പിന്നെ ഒരു 5 സെൻറ്റിമീറ്ററോടെ വിട്ടിട്ട് വേണം ക്ലോസറ്റിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് പൈപ്പ് ഇടേണ്ടത്. അങ്ങനെയാണ് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയയും കൂടി തിരിക്കേണ്ടത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്ത ഒരു ബാത്റൂമാണ് ഫിനിഷിംഗ് ലെവലിൽ നിങ്ങൾ കാണുന്നത്. ഇതുപോലെ സെറ്റ് ചെയ്യാം.